ഓരോ നടന്മാരുടെയും പെർഫോമൻസ്, എടുത്തു വച്ചിരിക്കുന്ന ഓരോ ഷോട്ട്, കേൾക്കുന്ന ഓരോ മ്യൂസിക് പീസ് എല്ലാം കെങ്കേമം. മൊത്തത്തിൽ 100% മാസ്റ്റർ പീസ് എന്ന് പറയാൻ പറ്റുന്ന ഒരു ഗംഭീര സിനിമ. അതാണ് ഡെന്നിസ് വില്ലിനയുടെ ഡ്യൂൺ പാർട്ട് 2. ഡ്യൂൺ സീരീസിലെ രണ്ടാം ചിത്രമാണ് ഡ്യൂൺ പാർട്ട് 2. ഡ്യൂൺ പാർട്ട് 1ൻ്റെ അവസാനം നമ്മൾ കാണുന്നത് മരുഭൂമിയിൽ ഒറ്റപ്പെട്ടു പോകുന്ന പോൾ ആർട്ടിഡിസും അമ്മയും പിന്നീട് അറാക്കിസിലെ ഫ്രേമൻ എന്ന ഗോത്രവർഗത്തോടൊപ്പം ചേരുന്നതാണ്. അവിടെ നിന്നുമാണ് പാർട്ട് 2 കഥ തുടങ്ങുന്നത് തന്നെ. പിന്നീട് പോളിനുണ്ടാകുന്ന കാഴ്ചകൾ സത്യമാവുകയും ഫ്രേമനോടൊപ്പം ചേർന്ന് അറാക്കിസിനെ നശിപ്പിക്കാനൊരുങ്ങുന്ന ഹർക്കോണിനെയും എംബർക്കുമെതിരെയും പൊരുതുന്നതാണ് സിനിമയുടെ മൊത്ത ഇതിവൃത്തം. തിമോത്തി ഷാലമെ, സെൻഡായ, ഹാവിയർ ബാർഡം, ഫ്ലോറൻസ് പ്യൂ എന്നിങ്ങനെ വമ്പൻ താരനിരയൊക്കെ ഉണ്ടെങ്കിലും പ്രേക്ഷകരെ അഭിനയം കൊണ്ട് ഞെട്ടിക്കുന്നത് രണ്ടുപേരാണ്. ഒന്ന്, ഓസ്റ്റിൻ ബട്ടർ അഭിനയിക്കുന്ന ഫേഡ് റൗത്ത ഹർക്കോനൻ എന്ന കഥാപാത്രം. ശരിക്കും ഓസ്റ്റിൻ ബട്ട്ലർ ഒരു ജോക്കർ ലെവൽ പെർഫോമൻസ് ആണ് ഡ്യൂൺ പാർട്ട് 2 കാഴ്ചവെച്ചിരിക്കുന്നത്. നായകനായ തിമോത്തി ഷാലമയുടെ മുകളിൽ നിൽക്കുന്ന ഗംഭീര പ്രകടനമാണ് ഓസ്റ്റിൻ ബട്ട്ലർ കാഴ്ചവെച്ചിരിക്കുന്നത്. രണ്ട്, റബേക്ക ഫെർഗൂസൻ അവതരിപ്പിക്കുന്ന ലേഡി ജെസിക്ക എന്ന കഥാപാത്രം. പലതവണ സിനിമയായും സീരീസുകളായും ഒക്കെ എടുത്ത് തകർന്നുപോയ ഡ്യൂണിനെ ഇത്തരത്തിൽ 2 സിനിമകളാക്കി ഇത്രയും ദൂരം വരെ കൊണ്ടെത്തിച്ചതിൽ ഡെന്നിസ് വില്ലിനു എന്ന സംവിധായകന്റെ പേര് മറക്കാൻ കഴിയില്ല. ദൃശ്യാനുഭവത്തിന്റെ ഏറ്റവും മികച്ച ക്വാളിറ്റി തന്നെ അദ്ദേഹം അത് കാണിച്ചു തന്നിട്ടുണ്ട്. അതിന് അദ്ദേഹത്തിന് കൂട്ടുനിന്നത് 2 പേരാണ്. ഒന്ന്, ക്യാമറമായ ഗ്രിഗ് ഫ്രേസർ. ഗംഭീരം എന്ന് പറയാവുന്ന സിനിമാറ്റോഗ്രഫിയാണ് അദ്ദേഹം ചെയ്തിരിക്കുന്നത്. 2, സംഗീതത്തിന്റെ രാജാവ് എന്ന് വിളിക്കപ്പെടാൻ പറ്റുന്ന ഹാൻസ് സിമ്മർ. സിനിമയുടെ എല്ലാ വശങ്ങളിലും, അതിപ്പോൾ സൗണ്ട് ഡിപ്പാർട്ട്മെന്റ് ആവട്ടെ, പ്രൊഡക്ഷൻ ഡിസൈൻ ആവട്ടെ, കോസ്റ്റ്യൂം ആവട്ടെ, മേക്കപ്പ് ആവട്ടെ, എല്ലാ രീതിയിലും ഒരു ഗംഭീര അനുഭവം. അതായത് 100ൽ 100 മാർക്ക് കൊടുക്കാൻ കഴിയാവുന്ന പ്രകടനമാണ് എല്ലാ ഡിപ്പാർട്ട്മെന്റിലും കാഴ്ചവെച്ചിരിക്കുന്നത്. ഡ്യൂൺ പാർട്ട് 2 വമ്പൻ ഹിറ്റാവുന്നതോടെ ഇനി സിനിമാ പ്രേക്ഷകർ കാത്തിരിക്കുന്നത് മൂന്നാമത്തെ ആ ചിത്രത്തിന് വേണ്ടിയിട്ടാണ്, ഡ്യൂൺ മെസ്സിയ. ഡ്യൂൺ സീരീസിലെ ആ 3ാം ചിത്രത്തിന്റെ സ്ക്രിപ്റ്റ് വർക്കുകൾ ഏതാണ്ടൊക്കെ കഴിഞ്ഞതായി ഡെന്നിസ് വില്ലിനു പറയുകയുണ്ടായി. എന്നാൽ അടുത്തത് റോണ്ടേഴ്സ് വിത്ത് റാമ ആൻഡ് ക്ലിയോപാട്ര. ഈ 2 സിനിമകൾക്ക് ശേഷമേ ഡ്യൂണിൻ്റെ 3ാം പാർട്ട് നമുക്ക് കാണാൻ കഴിയുകയുള്ളൂ. എന്നാലും നമുക്ക് കാത്തിരിക്കാം.